മട്ടാഞ്ചേരി മാഫിയ അത് കേൾക്കാൻ തുടങ്ങിയത് ഇന്നലെയോ ഇന്നോ അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അല്ല നമ്മൾ ആദ്യമായിട്ട് അത് അറിയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും നാളും ഇത് മറ്റ് വിവാദങ്ങൾക്കൊപ്പം വെളിച്ചത്ത് വന്നിട്ടില്ല? ആർക്കാണ് പേടി? എന്താണ് സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപെടലുകളും എല്ലാം തന്നെ നടക്കുന്നത്. അവിടെയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു സ്വാധീനം. കാരണം സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് അത് കാലങ്ങളായി ചർച്ച ചെയ്യുന്നു. ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തുടർച്ചയായി അതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകാൻ കൂടുതൽ ആളുകൾ തയ്യാറാകുന്നു, നടിമാർ രംഗത്ത് വരുന്നു. അവർ ഭയപ്പെടാതെ, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനെ തുടർന്ന് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇവിടെ മാറ്റി നിർത്തപ്പെടുന്ന, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒളിച്ചു വയ്ക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ലോബി മറുവശത്ത്, അത് ലൈംഗിക പീഡനമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല, എന്നാൽ ഒരുപക്ഷെ സമാനമായി ഗൗരവമുള്ള മറ്റൊരു വിഷയമായ ലഹരിയുമായി ബന്ധപ്പെട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് നിലകൊള്ളുന്നു എന്നതാണ്. അതിനെയാണ് ഈ മട്ടാഞ്ചേരി ലോബി അല്ലെങ്കിൽ മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ സിനിമാ മേഖല തന്നെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം എടുത്തു കാണിക്കുന്നത്. കുറേ കാലങ്ങളായി വിവിധ സംഘടനകളിൽ നുഴഞ്ഞു കയറാൻ ഈ ഒരു സംഘം ശ്രമിച്ചിരുന്നു. ഈ സംഘത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ചില നടന്മാരും ഒപ്പം തന്നെ മറ്റു അനുബന്ധ സാങ്കേതിക പ്രവർത്തകരും എല്ലാം ഉണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ സിനിമ നിർമ്മിക്കുന്ന കാര്യത്തിലാണെങ്കിലും സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതിൻ്റെ തിരക്കഥ എഴുതുന്നതിലാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായ ഒരു അജണ്ട വെച്ച് പുലർത്തുക, ആ അജണ്ട മുന്നോട്ട് കൊണ്ടുപോവുക, അജണ്ട എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരിൽ തെറ്റായ സന്ദേശവും തെറ്റായ പ്രചരണവും നടത്തുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടുന്നത്. അത് ലഹരി ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിശക്തമായ MDMA പോലുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സിനിമാ പ്രവർത്തകരായ ഒരു സംഘം ആളുകളുടെ ഒരു ഗ്രൂപ്പ് എന്നതിനപ്പുറം അതിലധികമായി ചില അജണ്ടകൾ, അല്ലെങ്കിൽ കൃത്യമായി തന്നെ മതപരമായും രാഷ്ട്രീയപരമായും എല്ലാമുള്ള തങ്ങളുടെ ആശയ പ്രചരണങ്ങൾ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ഒരു ലോബിയെയാണ് അവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയുക. ഇത് ആദ്യമായി, അല്ലെങ്കിൽ നമ്മളായി പുറത്തുവിടുന്ന ഒരു കാര്യത്തിന് എന്നതിന് അപ്പുറം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ പലവട്ടം ഉയർന്നു വന്നിട്ടുണ്ട്. സിനിമാ മേഖല ഏറ്റവും ഒടുവിൽ പുഴു സിനിമയുടെ സംവിധായകയുടെ ഭർത്താവ് തന്നെയാണ്, ഷർഷാദാണ് ഇക്കാര്യം ആദ്യം പുറത്തു വന്നത്. റീനയുടെ ഭർത്താവാണ് കാര്യം പുറത്തു കൊണ്ടത്. ആ ഘട്ടത്തിലാണ് വീണ്ടും ഇത്തരം ഒരു കാര്യം ചർച്ചയാകുന്നത്. പ്രധാനപ്പെട്ട നടനെതിരെ തന്നെയായിരുന്നു അവിടെ ആരോപണം ഉയർത്തിയത്. താൻ പറയുന്ന കഥാതന്തു മുന്നോട്ട് വയ്ക്കുന്നു. ആ കഥാതന്തു ആകട്ടെ ഹിന്ദു സമൂഹത്തിലെ അവർണ വ്യത്യാസമുണ്ട് എന്നും ആ വ്യത്യാസം പ്രകടമാക്കുന്ന, അല്ലെങ്കിൽ അത് കൂടുതൽ ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ നിർമ്മിക്കണമെന്നും എല്ലാമുള്ള നിർദ്ദേശങ്ങൾ തൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചിരുന്നു. താൻ അതിനെ എതിർത്തിരുന്നു, അവരെന്നാൽ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു വിവരം പുറത്തേക്ക് വിടുകയായിരുന്നു. അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല സമൂഹത്തിനാകെ മുന്നിലേക്ക് നൽകുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. എന്നാൽ അവിടെയും വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ആരോപണങ്ങൾ ഉയർത്തുന്ന ആളുകളാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ നൽകുന്ന ആളുകളാണെങ്കിലും എല്ലാം തന്നെ അവരും ഇടത് സഹയാത്രികരായ ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുന്നു. കാരണം പൊതുവെ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ പൊതുവെ ഉയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത്, സംഘപരിവാർ സംഘടനകളും സംഘപരിവാർ നേതാക്കളും തെറ്റായ കാര്യങ്ങൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നു. അവിടെ മട്ടാഞ്ചേരി മാഫിയ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു ആസൂത്രിത നീക്കം അവർ നടത്തുന്നു എന്നെല്ലാം മറുഭാഗത്ത് പ്രചരണം ശക്തമാകുമ്പോഴാണ് അങ്ങനെയല്ല ഈ കാര്യങ്ങൾ വെളിച്ചത്ത് വരുന്നത്, ഇത്തരം സംഭവങ്ങൾ വെളിച്ചത്ത് വരുന്നത്, അത് തെളിവുകൾ സഹിതം പുറത്തേക്ക് വരുന്നത് അവിടെ ഇടത് സഹയാത്രികളിൽ നിന്ന് തന്നെയാണ് എന്ന് മാത്രമല്ല, അവർ തന്നെയാണ് ഈ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകളുടെ മേൽ അത് ചാർത്താൻ ശ്രമിക്കുന്നത് എന്നുകൂടി വ്യക്തമാവുകയും ചെയ്യുന്നു. ഓരോ സിനിമകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ആ സിനിമയെക്കുറിച്ച് ഒരുപക്ഷെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമ എന്ന് പറയുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയും ഓരോ അജണ്ട നടപ്പാക്കുന്ന സിനിമകൾ എടുക്കുകയും അതിനെ കൊണ്ടുപോയി നവോത്ഥാനത്തിൻ്റെ തൊഴുത്തിൽ കെട്ടുകയും ചെയ്യുമ്പോൾ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്താൻ കഴിയാതിരിക്കുന്ന, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ മാത്രം സെൻസർ ബോർഡിൽ കൊണ്ടിരുത്തി അത്തരം സിനിമകൾക്ക് അനുമതി നൽകുന്ന, അത്തരം സീനുകൾ കട്ട് ചെയ്യപ്പെടാതെ സമൂഹത്തിന് മുന്നിലേക്ക് വരികയും ചെയ്ത് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതാണ് സമൂഹം എന്ന ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഇടപെടൽ
ഉണ്ടായേ മതിയാവുകയുള്ളൂ, അതിനുവേണ്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, സെൻസർ ബോർഡ് ഇടപെടേണ്ടതുണ്ട്. പക്ഷെ അത് വലിയ തരത്തിലുള്ള ചർച്ചകൾ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ ലഹരി കള്ളപ്പണ മാഫിയ നമ്മുടെ ലോ ആൻഡ് ഓർഡറിന് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങളാണിത്. കഞ്ചാവ് മാഫിയ കൃത്യമായി, ലഹരി മാഫിയ കൃത്യമായി താരങ്ങൾക്കിടയിലുണ്ട്. നമുക്കറിയാം, പല താരങ്ങളും ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞവരാണ്. എന്തുകൊണ്ട് ഞാൻ എൻ്റെ മകനെ സിനിമയിലേക്ക് വിടുന്നില്ല, ടിനി ടോം പറഞ്ഞൊരു കാര്യം, നടൻ, അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിന് ചെളിവാരി എറിയാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ട പരിശോധനകൾ നടക്കുന്നില്ല. എന്തുകൊണ്ട് പോലീസ് സംവിധാനങ്ങൾക്ക്, നാർക്കോട്ടിക് സംവിധാനങ്ങൾക്കൊന്നും ഇതിലേക്ക് ഇടപെടാൻ കഴിയുന്നില്ല? ആരെ പേടിച്ചിട്ടാണ് ഇവർ ഇടപെടാതിരിക്കുന്നത്? ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഉയർത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലഹരിയുടെ സ്വാധീനം അത് ടിനി ടോം അടക്കമുള്ള നടന്മാർ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത്, അത് സിനിമയിലൂടെ അതിന് പ്രചാരം നൽകുന്ന കാര്യത്തിലാണെങ്കിലും സിനിമയുടെ അണിയറയിൽ അത് ഉപയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ വലിയ തോതിൽ അവിടെ ഒരു പ്രവർത്തനമുണ്ട്. അവിടെയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ മട്ടാഞ്ചേരിയോ ഫോർട്ട് കൊച്ചിയോ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ താറടിച്ച് കാണിക്കുന്ന വിധം എന്ന തെറ്റിദ്ധാരണകൾക്ക് അവിടെ അടിസ്ഥാനമില്ല. മറിച്ച് ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറു സംഘമെങ്കിലും അവിടെ നിന്നടക്കം സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നതാണ് കൃത്യമായ വസ്തുത. അവിടെയാണ് ഈ സിനിമയിലെ കഥാതന്തുവിലൂടെ അല്ലെങ്കിൽ ഇതിവൃത്തത്തിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് തെറ്റായ ചില ചിന്താഗതികൾ കടത്തിവിടാനും ആശയ പ്രചരണത്തിനും എല്ലാമുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, ഈ സെൻസർ ബോർഡിന്റെ കാര്യം തന്നെ ഇപ്പോൾ പറഞ്ഞു. ഈ സെൻസർ ബോർഡ് ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ലഹരിക്കെതിരെ നടപടി സ്വീകരിക്കണം, ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ വഴികൾ തുറക്കണമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ലഹരി ഉപയോഗത്തിന്റെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി സിനിമകൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിരവധി എണ്ണം ഉണ്ടായി. അതിലെല്ലാം തന്നെ ചില പുതുമുഖ താരങ്ങൾ, ഒരാൾ തന്നെയാണ് പലപ്പോഴും പല സിനിമകളിലും അതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത്. അതേ ആളുകൾ തന്നെയാണ് അതിന്റെ അണിയറ പ്രവർത്തകരായി, തിരക്കഥാകൃത്തുക്കളായാണെങ്കിലും സംവിധായകരായാണെങ്കിലും എല്ലാം തന്നെ അതിന്റെ ഭാഗമായി മാറുന്നത് എന്ന് കാണാൻ കഴിയും. അവിടെയാണ് ഈ ഒരു അജണ്ട ഒളിച്ചുകടത്താനുള്ള നീക്കം അല്ലെങ്കിൽ ആസൂത്രിതമായി അത്തരം ശ്രമങ്ങൾ നടക്കുന്നു എന്നതിന്റെ മറ്റൊരു നടക്കുന്നത്. ഒപ്പം തന്നെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രത്തെ വസ്തുതാപരമായി വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതിന് പകരം ചരിത്രത്തെ തെറ്റായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കൃത്യമായ നീക്കങ്ങളെല്ലാം നടക്കുന്നത്. വാരിയംകൊണ്ടൻ സിനിമയെ അടക്കം ഇത്തരത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. അത് പിന്നീട് പല കോണുകളിൽ നിന്ന് എതിർപ്പ് ഉണ്ടായ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ചില ആളുകൾ അതിൽ നിന്ന് പിന്മാറുന്നത്. മുഖ്യ നടൻ ഉൾപ്പെടെ അതിൽ നിന്ന് പിന്മാറുന്ന എല്ലാം ഒരു സാഹചര്യം എന്ന് പറയുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് മാത്രമായിരുന്നു. അവിടെയും അത്തരം ചില ആശയ പ്രചരണങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ലഹരി ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ എല്ലാം തന്നെ ചർച്ചയാകുന്നത്. ഏറ്റവും ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ചോദ്യം ചെയ്തു. സൗബിൻ അടക്കമുള്ള ആളുകൾ നിരവധി തവണ ചോദ്യം ചെയ്യലിന് വിധേയരായി. അവിടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് നിരവധി ആളുകളുടെ കള്ളപ്പണം, ആരുടെയെല്ലാം ആണ് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നത്, അവർക്ക് എങ്ങനെ വന്നതാണ് ആ പണം എന്നതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവിടെ അവശേഷിക്കുകയാണ്. കാരണം രാജ്യവിരുദ്ധ ശക്തികൾ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമായി ഈ സിനിമയെ ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയിലടക്കം പുറത്തു വന്നിട്ടുള്ള കള്ളപ്പണത്തിന്റെ ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറു സംഘം എന്നതിനപ്പുറം ഒരു ആസൂത്രിത സംഘടിത സംഘം അവിടെ ഉണ്ടാകുന്നു. കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്ന ഒരു ചെറു സംഘം എന്നതിനപ്പുറം ആസൂത്രിതമായ ഒരു സംഘം അവിടെ കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നു. അതിന് ചില മഹാനടന്മാർ, പ്രധാനപ്പെട്ട നടന്മാർ തന്നെ ഒത്താശ ചെയ്യുന്നു എന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു ആരോപണമായി നിലനിൽക്കുകയും ചെയ്തു. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്തരം ആശയ പ്രചാരണങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ വ്യക്തമാണ്. കൂടുതൽ വ്യക്തതയും അതോടൊപ്പം തന്നെ ഈ പരാതികളും അതിൽ മേലുള്ള അന്വേഷണവും ഒക്കെയാണ് വേണ്ടത്. തീർച്ചയായും നമ്മൾ കുറച്ചുകൂടി ഫാക്ട്സിലേക്ക് പോകണം. എനിക്ക് നമുക്ക് ഈ ഒരു ചർച്ച ഇന്ന് ഇവിടെ നിർത്തേണ്ടതല്ല, ഈ ദിവസവും ഇത് നിർത്തേണ്ടതല്ല. ഇനി അങ്ങോട്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ചർച്ച കൃത്യമായി വേണ്ടതാണ്. നമുക്ക് പ്രതികരണങ്ങൾ കൂടി പ്രതീക്ഷിക്കേണ്ടതുമാണ്. തീർച്ചയായും.